2012 മോഡല് 13 രജിസ്ട്രേഷൻ 1.5 ലക്ഷത്തിൻ്റെ അടുത്ത് ഓടിക്കണ്. ഒന്നിൻ്റെ മേലെ 1.5ൻ്റെ ഉള്ളിൽ ഓടിക്കണ്. റീപ്ലേസ് ഇല്ല. പിന്നെ 2,70,000 ഉറുപ്പികയിൽ ZDI റിഡ്സ് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല, റീപ്ലേസ് പറഞ്ഞ സംഭവമില്ല. ഡീസൽ ZDI ഡീസൽ 2011 മോഡല് 12 രജിസ്ട്രേഷൻ ടാക്സി ഓടാനൊക്കെ പറ്റിയ ഏറ്റവും ഫുൾ ഓപ്ഷൻ പുതിയ മോഡൽ സ്റ്റിയറിങ് ഒക്കെ വരുന്ന വണ്ടി. ഫൈനൽ റേറ്റ് 90,000 രൂപ. 90,000 രൂപ കൊടുക്കാം. ഓണർഷിപ്പ് എങ്ങനെ? മൂന്നാളായിരിക്കുന്നല്ലേ? കിലോമീറ്റർ എന്താ പറഞ്ഞേ? കിലോമീറ്റർ ഒരു 1.20 1 ലക്ഷത്തിനടുത്ത് ഓടിണ്ടാവും. 2013 മോഡല് ഇയോണ്. നമ്മൾ ചോദിക്കുന്ന റേറ്റ് ഇത് 1.30. ഓണർഷിപ്പ് ഒരു 2-3 ആളായിട്ടുണ്ടാവും. തട്ടല്ല മുട്ടല്ല ഒന്നുമില്ല. ഓക്കെ, ഇതൊക്കെ നമ്മൾ മുമ്പ് വീഡിയോയിൽ ഇട്ട വണ്ടിയാണ്. മാക്സിമം വില കുറച്ച് കൊടുക്കാം. ഇപ്പോൾ 18 മോഡലാണ്. ഇപ്പോൾ നമ്മൾ വില വീണ്ടും കുറച്ചിക്കണ്. ഇത് 1.70 ചോദിച്ചിരുന്നത്. ഇത് 1.60 രൂപ കൊടുക്കാം. ഇതിന് ഓണർഷിപ്പോ സിംഗിൾ ഓണർ. 18 മോഡൽ ലോൺ കയറുമോ? 1.5 വരെ ലോൺ കയറും. 1.5 ലോണും കയറും. 10 റുപ്യ വണ്ടി ഉണ്ടാവും. 10,000 രൂപയ്ക്ക് ഇറക്കല്ലേ? ആ, ഇത് 2017 ഏറ്റവും ഫുൾ ഓപ്ഷൻ എയർ ബാഗുള്ള വണ്ടി. എയർ ബാഗുള്ള വണ്ടി. ഇത് 2 രൂപ ചോദിച്ചത്. ഇപ്പോൾ 1.80 കൊടുക്കാം. ഓണർഷിപ്പോ സിംഗിൾ ഓണർ. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്നല്ലേ? ഇത് 90,000 റുപ്യൻ്റെ ആൾട്ടോ 2009 മോഡല്. 2009 90,000 വരുള്ളൂ അല്ലേ? ആ, നല്ല ക്ലീൻ പീസ് വണ്ടി. ഓണർഷിപ്പും കാര്യങ്ങളൊക്കെ 4 ആളൊക്കെ ആയിട്ടുണ്ടാവല്ലേ? റിനോട്ടിൻ്റെ 4 വണ്ടിൻ്റെ ഇവിടെ മൊത്തം. ആ, 2 ചെറുതും 1 മിഡിൽ ക്ലാസ്സും. ഇത് സെക്കൻഡ് ഓണർ 1ൻ്റെ ഉള്ളിൽ ഓടിക്കണേ. ഇത് നമുക്ക് 1.30 കൊടുക്കാം. 1,14 മോഡല് വണ്ടി 1,30,000 രൂപ കൊടുക്കാം. ഓണർഷിപ്പ് എങ്ങനെയാണ്? സെക്കൻഡ് ഓണർ. കിലോമീറ്റർ ഒരു 60-70 ഓടിയിട്ടുണ്ടാവും. 2015 മോഡല് ഡിക്ക് തുറക്കണ വെറും 32,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പാണ്. സിംഗിൾ ഓണർഷിപ്പ് നാനോ? ആ അല്ലേ? 1.15 കൊടുക്കാം. ലാസ്റ്റ് പ്രൈസ് 1.15. അതിൽ കുറയില്ല. ആകെ 32,000 ഓടിയിട്ടുള്ളൂ. ബാക്കിൽ ഡിക്ക് തുറക്കാനൊക്കെ കച്ചവടക്കാർക്ക് എല്ലാവർക്കും വീട്ടിൽ ഉപയോഗിക്കാൻ എല്ലാം പറ്റും. അത്യാവശ്യം മൈലേജ് ഉള്ളൊരു വണ്ടി. തട്ടില്ല മുട്ടല്ല. ഇല്ല, കുറെ വീഡിയോയിൽ കാണിച്ചതാണ്. ഇത് വില കുറച്ചാണ്. ഇപ്പോൾ എത്ര? 2000 MPFI 50 രൂപ കൊടുക്കാം. 50 രൂപ കൊടുക്കാം അല്ലേ? പവർ സ്റ്റിയറിംഗ് ഉണ്ട്. പവർ സ്റ്റിയറിംഗ് ഉണ്ട്. 60 ചോദിച്ച് നിങ്ങൾ ചെയ്തെങ്കിൽ വീഡിയോ. പിന്നെ 55 ആക്കി. ഇപ്പോൾ 50 കൊടുക്കാം. പിന്നെ ഇതിപ്പോ സെക്കൻഡ് റിന്യൂവൽ ആയതുകൊണ്ട് ഇപ്പോൾ റേറ്റ് ഒക്കെ വളരെ കുറവല്ലേ? ഇപ്പോൾ കുറച്ചിക്കണേ. ഇത് 2010 2010 മോഡൽ പേപ്പർ എടുത്ത വണ്ടിയാണ്. ഇത് നമ്മളിപ്പോൾ വീണ്ടും വില കുറച്ച്. എത്ര കൊടുക്കണേ? ഇതിൽ 1.25 കൊടുക്കാം. 1.25 കൊടുക്കല്ലേ? 2010 മോഡല്. ഓണർഷിപ്പോ 4 ആളായിരിക്കണല്ലേ? 2013 G ഓപ്ഷന് ഒരുപാട് വീഡിയോയിൽ നമ്മൾ 3.5 ചോദിച്ചാണ്. ഇപ്പം 3.25 കൊടുക്കാം. 3.25. ഓണർഷിപ്പ് 3 ഓണർ. ഡീസലിന് 3 ഓണർ അല്ലേ? കിലോമീറ്റർ എത്ര? എന്തിന്റെ കിലോമീറ്റർ 1.60. 1,60,000. അപ്പോൾ 2012 റെഡ് കളർ അത് കൊടുത്തു വീഡിയോ ചെയ്ത് തന്നെ കൊടുത്ത്. ഇത് റീപ്ലേസ് ഇല്ല. സെക്കൻഡ് ഓണർ വെറും 32,000 ഓടിയ വണ്ടി. 32,000 ഓടിയിട്ടുള്ളൂ അല്ലേ? അങ്ങനെ സെക്കൻഡ് ഓണർ. എങ്ങനെ ചോദിക്കണേ? ഇത് നമുക്ക് ഫൈനൽ പ്രൈസ് നമുക്കിത് 2.30. 2,30,000 രൂപ. 2 രൂപ വരെ ലോൺ കിട്ടും. 2 രൂപ ലോണും കിട്ടുമല്ലേ? അതായത് ഒരു 30,000 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റിയ ആൾട്ടോ. 2011 മോഡല് 12 ഇനോവ വി മോഡല്. ഓണർഷിപ്പ് ഏകദേശം 5 ആളായിക്കണ്. തട്ടലില്ല മുട്ടലില്ല, ഒരു റീപ്ലേസും ഇല്ല. 2 ലക്ഷം കിലോമീറ്റർ കമ്പനി സർവീസ്. ഇത് നമുക്കൊരു ഫൈനൽ പ്രൈസ് 5 ലക്ഷം ഉറുപ്പ്യ കിട്ടിയാൽ നമുക്ക് കൊടുക്കാം.
5 ലക്ഷം റുപ്യക്ക് ഒരു ഇന്നോവ അല്ലേ? ഇന്നോവ വി ഓപ്ഷൻ 12 മൂന്നാമത്തെ വണ്ടി. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീന്. ആ അത്യാവശ്യം വർക്ക് ഇതിൽ എടുപ്പിച്ചിട്ടുള്ള ഒരു വണ്ടി കൂടിയാണ്. നല്ലൊരു വണ്ടിയാണ്. RGB ലൈറ്റിന്റെ കവേർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്കും 2 ലക്ഷം കിലോമീറ്റർ കൊടുത്തിട്ടുണ്ടല്ലേ. കമ്പനി സർവീസ് വരുന്ന വണ്ടിയല്ലേ? എത്ര നമ്മൾ ചോദിക്കുന്ന റേറ്റ് പറഞ്ഞത്? ഫൈനൽ റേറ്റ് 5 റുപ്യ. 5 റുപ്യ ഫൈനൽ. അതിൽ ഇനിയിപ്പോ ഒന്നുമില്ല, ഒന്നും കുറയില്ല. 5 6 ചോദിക്കാൻ പറ്റിയ വണ്ടിയാണ്. ഈ വിലക്കൊന്നും വണ്ടി കിട്ടൂല. 2013 മോഡല്. 13 മോഡല്. വെറും 70,000 ഓടിയ വണ്ടിയാണ്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. ഇത് നമുക്ക് സാധനങ്ങൾ കൊണ്ടുപോകാനും സ്കൂൾ ട്രിപ്പിനൊക്കെ ഇഷ്ടംമാതിരി ചോദിച്ചു വരുന്നുണ്ട്. ചോദിക്കുന്ന റേറ്റ് 220. 2010 മോഡല്. 2010 മോഡല് ഷിഫ്റ്റ് റെഡ് കളർ. 160 ചോദിച്ചിരുന്നത്. 155 കൊടുക്കാം. 155 നമുക്ക് കൊടുക്കല്ലേ? കൊടുക്കാം. എല്ലാ വണ്ടിക്കും 5 റുപ്യ 10 റുപ്യ കുറച്ച് കൊടുക്കാം. ഓരോ വീഡിയോ ചെയ്യുമ്പോൾ നമ്മളെ റേറ്റ് കുറക്കും. ഒരു നാനോ കിളിക്കുഞ്ഞ് 2017 മോഡല് സിംഗിൾ ഓണർഷിപ്പ് 60,000 ഓടിയിട്ടുള്ളൂ. ഓട്ടോമാറ്റിക് ആണ്. ഇത് 160 കൊടുക്കാം. 1,60,000. 2017 മോഡലല്ലേ? തട്ടില്ല മുട്ടില്ല ഒന്നുമില്ല. ഡിക്കി ഇറക്കാൻ പറ്റും തന്നെ. ഡിക്കി ഇറക്കാൻ പറ്റും. 2016 ഇറങ്ങിയ ഫോർഡ് ഫിയസ്റ്റ 11 മാനുഫാക്ചറിങ് മോഡല്. 2031 വരെ എല്ലാ പേപ്പറും ഉണ്ടാവും. ഏകദേശം 1 ലക്ഷം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ടാവും. ഇത് നമുക്കൊരു 1.5 ഉറുപ്പികയിൽ 16-31 വരെ പേപ്പറുള്ള ടാക്സും ഇൻഷുറൻസും എല്ലാം ഉള്ള ഫോർഡ് ഫിയസ്റ്റ കൊടുക്കുക. ഒരു റീപ്ലേസും ഇല്ല. സെക്കൻഡ് ഓണർഷിപ്പ്. ഉള്ളൊക്കെ കാണിച്ചു കൊടുക്കി. നല്ല ക്വാളിറ്റിയുള്ള വണ്ടി. 1.5 ലക്ഷം റുപ്യക്ക് ഒരു ഡീസൽ കാറ്. 2016 ഇറങ്ങിയ ഡീസൽ കാറ്. 2009 മോഡല് സെക്കൻഡ് ഓണർ. വെറും 60,000 ഓടിയിട്ടുള്ളൂ. ഇത് നമുക്ക് പഠിക്കുന്ന ടീമിനൊക്കെ 60,000 റുപ്യക്ക് കൊടുക്കാം. 60,000 ഓടിയോ 60,000 റുപ്യക്ക് കൊടുക്കാം. സെക്കൻഡ് ഓണർഷിപ്പിലല്ലേ? ആ സെറ്റ് ഉണ്ട്. നല്ല സീറ്റ് കവർ ഉണ്ട്. നല്ല ഒരു കംപ്ലൈൻറ്റും ഇല്ല. കംപ്ലൈൻറ്റ് ഉള്ളതൊക്കെ ഞങ്ങൾ തീർത്ത് ഫുള്ള് നീറ്റ് ആൻഡ് ക്ലിയർ. 60,000 റുപ്യക്ക് പഠിക്കുന്ന പർപ്പസിനൊക്കെ പറ്റിയ വണ്ടി. വില ഇതിൽ കുറയില്ല. നല്ല വണ്ടിയാണ്. 2013 മോഡല് AC പവർ വിൻഡോ പുഷ്പാക്ക് സീറ്റൊക്കെ കയറ്റിക്കണ്. ഇത് 55 റുപ്യ. ഇത് 60 ചോദിച്ചത്. അപ്പോൾ വീണ്ടും 5 റുപ്യ കുറച്ചിക്കണ്. 2013 മോഡലിന് 55,000 റുപ്യ. ഡിക്കി തുറക്കാൻ പറ്റാത്ത മോഡൽ. തുറക്കൂല. നീറ്റ് ആൻഡ് ക്ലിയർ അല്ലേ? സീറ്റ് കവർ കാണിക്കുക. നല്ല പുഷ്പാക്ക് സീറ്റാ. 55 റുപ്യക്ക്. 2009 മോഡല് പുതിയ ടയർ 4 ഇതൊരു 90,000 രൂപ. 2009 മോഡല് പുതിയ ടയറോട് കൂടിയിട്ട് 90,000 രൂപയ്ക്കല്ലേ കൊടുക്കാം. i10 ഹോണ്ടയിന്റെ. ഓണർഷിപ്പ് എങ്ങനെ വരുന്നേ? ഇത് മൂന്നാമത്തെ ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. 2013 മോഡൽ പോളോ സെക്കൻഡ് ഓണർഷിപ്പ്. ഇതിപ്പോൾ നമുക്ക് ഒരു 2,40,000 കൊടുക്കാം. 2,40,000. ആ ഒരു 20,000 റുപ്യൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം. 20,000 റുപ്യക്ക് ഇറക്കാൻ പറ്റിയ പോളാണുള്ളത്. ആ ഇത് 2008 മോഡല് CNG ഉള്ള വണ്ടി. CNG ഉള്ളത്. അപ്പൊ അത്യാവശ്യം മൈലേജ് ഒക്കെ ഉള്ള വണ്ടി. ചെറിയൊരു ക്രാക്ക് ഉണ്ടല്ലേ ഗ്ലാസ്സിൽ? ചെറിയ ക്രാക്ക് ഉണ്ട്. ഇത് 1,40,000 കൊടുക്കാം. 1,40,000 കൊടുക്കാം. ഓണർഷിപ്പ് വെച്ചു 4-5 ഉണ്ടാവും. ഇത് ഡീസൽ 2009 വർണ്ണ. എല്ലാവരും ചോദിക്കണം വണ്ടിയാണ്. ഇപ്പം ഇന്നലെ ഒരാൾ വിളിച്ചിന് ബാംഗ്ലൂർക്ക് എത്തിച്ചു തരുമെന്ന് വെച്ചിട്ട്. അതിന് നമുക്ക് കഴിയൂല. ഇത് നമുക്ക് 90 റുപ്യ കൊടുക്കാം. ഇവിടെ വന്നെടുക്കുകയാണെങ്കിൽ 90 റുപ്യ കൊടുക്കാം. ഓണർഷിപ്പ് ഒക്കെ എങ്ങനെ? അതൊക്കെ ചോദിക്കണ്ട. 5-6 ആളായി. ഡീസൽ വണ്ടിയാ. കിലോമീറ്റർ അവർ 1,20 ഒക്കെ ഓടിണ്ടാവും. 1,20 ഓടിയിട്ടുണ്ടാവില്ല. ചെറിയ പൈസക്ക് 2009 മോഡല് 1,30,000 i10 2009 ഓട്ടോമാറ്റിക് കൊടുക്കാം. ഓട്ടോമാറ്റിക് ആണ്. ചെറിയ പൈസ കിട്ടണം ഓട്ടോമാറ്റിക്. 2009. അതേമാതിരി ഡീസൽ 2012 മോഡൽ ബീറ്റ്. ഇത് 70,000 റുപ്യ. 70,000 റുപ്യക്ക് ബീറ്റ് അല്ലേ? ബീറ്റ് 12 മോഡൽ. 2015 മോഡല് സിംഗിൾ ഓണർഷിപ്പ് ഡാറ്റ്സന്റെ ഗോപ്ലസ്. ഇത് 2,30,000 കൊടുക്കാം. 2,30,000. ഒരു 1,45,000 1,70,000 ലോൺ കിട്ടും. സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ 80,000.
ഒരു റീപ്ലേസും ഇല്ല.